ചിക്കരക്കുട്ടികളുടെ പൂങ്കാവനമായി കണിച്ചുകുളങ്ങര ക്ഷേത്രമുറ്റം. ഇത്തവണ 3000-ഓളം കുട്ടികളാണ് ദേവിയുടെ ദാസ്യരായി ചിക്കരയ്ക്കെത്തിയത്. നീലമേഘ കൂന്തലുണ്ട്, വെള്ളിമിന്നൽ ചിലമ്പുണ്ട്, ദേവിക്കായിരം കുടം അമൃതമുണ്ട്, വിണ്ണീലായിരം കുടം അമൃതമുണ്ട്. എങ്കിലുമെൻ മൺകലത്തിലെ ആൾരൂപം മംഗരൂപം കളിച്ചുകുളങ്ങര ദേവി തന്നിഷ്ട നൈവേദ്യം. നീലമേഘ കൂന്തലുണ്ട്, വെള്ളിമിന്നൽ ചിലമ്പുണ്ട്. വേതാളച്ചുമലിലേറി മദഗജങ്ങൾ തോടയാക്കി കാലാഗ്നി കടക്കണ്ണാലെട്ടുദിക്കും നടക്കുമ്പോഴും വേതാളച്ചുമലിലേറി മദഗജങ്ങൾ തോടയാക്കി കാലാഗ്നി കടക്കണ്ണാലെട്ടുദിക്കും നടക്കുമ്പോഴും നമ്മുടെ മിഴി നിറഞ്ഞ കരുണ വഴിയും അമ്മയെന്നമ്മ ദേവി ഭഗവതി അമ്മ. നീലമേഘ കൂന്തലുണ്ട്, വെള്ളിമിന്നൽ ചിലമ്പുണ്ട്. യക്ഷകന്യകളാടിയാലും സിദ്ധചാരണർ പാടിയാലും ഇന്ദ്രാദിദേവരെല്ലാം വേദമോദി സ്തുതിച്ചെന്നാലും യക്ഷകന്യകളാടിയാലും സിദ്ധചാരണർ പാടിയാലും ഇന്ദ്രാദിദേവരെല്ലാം വേദമോദി സ്തുതിച്ചെന്നാലും നമ്മുടെ ഉള്ളലിഞ്ഞ ഓടിയണയും അമ്മയെന്നമ്മ ദേവി ഭഗവതി അമ്മ. നീലമേഘ കൂന്തലുണ്ട്, വെള്ളിമിന്നൽ ചിലമ്പുണ്ട്, ദേവിക്കായിരം കുടം അമൃതമുണ്ട്, വിണ്ണീലായിരം കുടം അമൃതമുണ്ട്. എങ്കിലുമെൻ മൺകലത്തിലെ ആൾരൂപം മംഗരൂപം കളിച്ചുകുളങ്ങര ദേവി തന്നിഷ്ട നൈവേദ്യം. നീലമേഘ കൂന്തലുണ്ട്, വെള്ളിമിന്നൽ ചിലമ്പുണ്ട്, ദേവിക്കായിരം കുടം അമൃതമുണ്ട്, വിണ്ണീലായിരം കുടം അമൃതമുണ്ട്. എങ്കിലുമെൻ മൺകലത്തിലെ ആൾരൂപം മംഗരൂപം കളിച്ചുകുളങ്ങര ദേവി തന്നിഷ്ട നൈവേദ്യം. നീലമേഘ കൂന്തലുണ്ട്, വെള്ളിമിന്നൽ ചിലമ്പുണ്ട്.
ചിക്കരക്കുട്ടികളുടെ പൂങ്കാവനമായ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ ഇത്തവണ 3000-ഓളം കുട്ടികളാണ് ദേവിയുടെ ദാസ്യരായി ചിക്കരയ്ക്കെത്തിയത്. ചിക്കരക്കുട്ടികളുടെ അതിവിശിഷ്ടമായ ചടങ്ങാണ് ചിക്കര കൊട്ടിക്കൽ കൂട്ടക്കളം. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തെ കുമർത്തുശ്ശേരി മൂലസ്ഥാനത്താണ് ദേവിയുടെ ഇഷ്ടചടങ്ങ് നടക്കുന്നത്. ചിക്കര എടുക്കുന്ന ദിവസം ഇവിടെ സ്ഥാപിച്ച വലിയ മൺകലത്തിൽ ചിക്കരക്കുട്ടികളെ കൊണ്ട് ചക്കര നിക്ഷേപിക്കും. ഉത്സവത്തിന്റെ 7-ാം ദിവസം അത്താഴപൂജ കഴിഞ്ഞ് തകിൽവാദ്യത്തിന്റെയും കൂത്തുവിളക്കിന്റെയും അകമ്പടിയോടെ വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ കാളി മൂലസ്ഥാനത്തെത്തും. തുടർന്ന് കുട്ടികളോട് അന്ന് നിക്ഷേപിച്ച ചക്കരക്കലത്തിൽ കൈയിട്ട് ചക്കര എടുത്തു തരാൻ ആവശ്യപ്പെടും. എന്നാൽ 7 ദിവസം കുടത്തിലെ വെള്ളത്തിൽ കിടന്ന ചക്കര അലിഞ്ഞുപോയതിനാൽ കലത്തിൽ കയറുന്ന കുട്ടികൾക്ക് ചക്കര കിട്ടുകയില്ല. ഇതുകണ്ട് ദേഷ്യത്തോടെ വെളിച്ചപ്പാട് ചക്കരക്കളിയെന്ന് വിളിച്ച് പച്ച ഈർക്കിലി കൊണ്ട് കുട്ടികളെ പ്രതീകാത്മകമായി തലോടും. ദേവിയുടെ അനുഗ്രഹം ആവാഹിച്ച വെളിച്ചപ്പാടിന്റെ തലോടലോടെ കുട്ടികളുടെ ബാലേഷ്ടതകളും രോഗങ്ങളും ശമിക്കുമെന്നാണ് വിശ്വാസം. തുടർന്ന് ഈ ചക്കരവെള്ളം ഉപയോഗിച്ച് അരിപ്പൊടി, പഴം, മുന്തിരി, കൽക്കണ്ടം എന്നിവ ചേർത്ത് പുഴുക്കുണ്ടാക്കി ചിക്കരക്കുട്ടികൾക്കും ഒപ്പമുള്ളവർക്കും വിതരണം ചെയ്യും. ഇത് കഴിക്കുന്നവരുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറുമെന്നാണ് വിശ്വാസം. രാത്രി 12ഓടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ പുലർച്ചെ സമാപിക്കും. ഉത്സവനാളിൽ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങായതിനാൽ ആദ്യാവസാനം വരെ ദേവീ ചൈതന്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ശരണം. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചിക്കര വഴിപാടിൻ്റെ ചക്കരക്കുടത്തിൽ കൈയിടുന്ന ചടങ്ങായ കൂട്ടക്കള മഹോത്സവമാണ് നാളെ. കൊടിയേറി അടുത്ത ദിവസം കുട്ടികളെ കൊണ്ട് ചക്കരക്കുടത്തിൽ ചക്കര നിക്ഷേപിക്കുന്നു. അതിൽ തീർത്ഥമൊഴിച്ച് ചിക്കരക്കൊട്ടിലിൽ സൂക്ഷിക്കുന്നു. 7-ാം ദിവസമായ ചിക്കരക്കൊട്ടിക്കൽ കൂട്ടക്കള ദിവസം അതെടുത്ത് അവിടുത്തെ പൂജകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതെടുത്തു തരാൻ വെളിച്ചപ്പാട് കുട്ടികളോട് ആവശ്യപ്പെടുന്നു. അതെടുക്കുവാനായി ചിക്കരക്കുട്ടികൾ കുടത്തിൽ കൈയിട്ട് അലിഞ്ഞുപോയ ചക്കര കിട്ടാതെ വരുന്ന കുട്ടികളെ വെളിച്ചപ്പാട് ഈർക്കിൽ കൊണ്ട് മൃദുവായി തല്ലുന്നു. എന്നിട്ട് ചക്കരക്കള്ളി എന്ന് വിളിക്കുന്നു. അതോടുകൂടി ആ ചിക്കരക്കുട്ടിയുടെ ബാലാരിഷ്ടതകളും മുൻ ജന്മപാപങ്ങളും മാറുന്നതായിട്ടാണ് ഐതിഹ്യം.